വെൽക്കം ടു PSC ക്രാക്കർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ത്യൻ്റെ 28 സ്റ്റേറ്റ്സിനെ കുറിച്ചും പഠിച്ചു, അവയുടെ ക്യാപിറ്റലും പഠിച്ചു. നമ്മൾ ചെറിയ ചെറിയ കോഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇന്ത്യയിലെ 28 സ്റ്റേറ്റിനെ നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു, അവയുടെ ക്യാപിറ്റൽസും പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അപ്പോൾ ഇന്ത്യയിൽ 28 സ്റ്റേറ്റും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഉള്ളത്. 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. അപ്പോൾ നമ്മുടെ എക്സാമിൽ ഈ 28 സ്റ്റേറ്റിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് എടുത്തോ, അതല്ലെങ്കിൽ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെടുത്തിട്ടോ ക്വസ്റ്റ്യൻ ചോദിക്കാം, അവരുടെ ക്യാപിറ്റൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് രണ്ടും പഠിക്കുക. നമ്മൾ സ്റ്റേറ്റ്സും ക്യാപിറ്റലും നമ്മൾ കോഡ് യൂസ് ചെയ്തിട്ടാണ് പഠിച്ചത്, അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെറിയ ചെറിയ കോഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ. അതായത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ, ഇവരുടെ ക്യാപിറ്റൽ വരുന്നത് പോർട്ട് ബ്ലെയർ. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ ക്യാപിറ്റൽ വരുന്നത് പോർട്ട് ബ്ലെയർ. ഇതെങ്ങനെ കണക്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ ആൻഡമാൻ A, ദെൻ പോർട്ട് ബ്ലെയർ B, അങ്ങനെ വെച്ച് നമുക്കിത് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ചണ്ഡീഗഡ്. ചണ്ഡീഗഡിൻ്റെ ക്യാപിറ്റൽ ചണ്ഡീഗഡ്. അത് ആ പേരിലുണ്ടോണ്ട് നമുക്ക് പിന്നെ കണക്ഷനൊന്നും വേണ്ട. ദെൻ ബാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദമൻ ദിയു. ബാദ്ര, നഗർ ഹവേലി ആൻഡ് ദമൻ ദിയു. അതായത് സത്യത്തിൽ ഈ ബാദ്ര നാഗർ ഹവേലി ബാദ്ര നാഗർ ഹവേലിയും അതുപോലെ തന്നെ ദമൻ ദിയു എന്ന് പറയപ്പെടുന്നത് രണ്ട് മറ്റേ കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. പക്ഷെ പിന്നീട് അതെന്തായി, അത് ഒന്നാക്കിയതാണ്, ജോയിൻ ചെയ്തതാണ്. അപ്പോൾ ബാദ്ര നഗർ ഹവേലി ആൻഡ് ദമൻ ദിയുവിൻ്റെ ക്യാപിറ്റൽ ദമൻ ആണ് വരുന്നത്. അത് നമുക്ക് പേരുന്ന് കിട്ടും. ദെൻ ഡൽഹി. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഡൽഹിയാണ്. അപ്പോൾ ഡൽഹിയുടെ ക്യാപിറ്റൽ ന്യൂഡൽഹി. അപ്പോൾ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളുടെ ക്യാപിറ്റൽ പറയുന്നത് പോർട്ട് ബ്ലെയർ AB. ദെൻ ചണ്ഡീഗഡിൻ്റെ ചണ്ഡീഗഡ്. ബാദ്ര ആൻഡ് നഗർ ഹവേലി ആൻഡ് ദമൻ ദിയു ക്യാപിറ്റൽ ദമൻ. ഡൽഹിയുടെ ക്യാപിറ്റൽ ന്യൂഡൽഹി. ഇനി നെക്സ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ, അതായത് ജമ്മു കാശ്മീരിന് നമുക്ക് 2 ക്യാപിറ്റലാണ് വരുന്നത്. ഓക്കെ, ഒന്ന് വേനൽക്കാലത്ത് ഇതിൻ്റെ ക്യാപിറ്റൽ വരുന്നത് ശ്രീനഗറും, ദെൻ അതായത് ശീതകാലത്ത് ഇതിൻ്റെ ക്യാപിറ്റൽ വരുന്നത് ജമ്മുവും. വേനൽക്കാലത്ത് ശ്രീനഗറും, ശീതകാലത്ത് ജമ്മുവും. ഇതെങ്ങനെ കണക്ട് ചെയ്യുക ചോദിച്ചാൽ, നമ്മളെപ്പോഴും പറയില്ല കാശ്മീരിലേക്ക് പോകണം എന്നുള്ളതൊക്കെ, മണാലി കാശ്മീരൊക്കെ നമുക്ക് പോകണമെന്ന് നമുക്കൊരു ആഗ്രഹമാണല്ലോ. അപ്പോൾ നമ്മൾ ഈ കാശ്മീർ ആണെങ്കിലും മണാലി ആണെങ്കിലും കാശ്മീർ നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ ഫുള്ള് മഞ്ഞാണ്. അപ്പോൾ ജമ്മു കാശ്മീർ, ആ പേരിലുള്ള ജമ്മു എന്തായിരിക്കും, ശീതകാലത്തായിരിക്കും. പിന്നെ വേനൽക്കാലത്ത് ശ്രീനഗർ. അതായത് ഒരു കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ നഗരമൊക്കെ മഞ്ഞ് മൂടിയതാവില്ല, അങ്ങനെ ആലോചിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് ജമ്മു എന്ന് പറയപ്പെടുന്നത് എന്താണ്, ശീതകാലത്തായിരിക്കും. അപ്പോൾ ശ്രീനഗർ എന്ന് പറയപ്പെടുന്നത് വേനൽക്കാല തലസ്ഥാനമായിരിക്കും. ഓക്കെ, ദെൻ 6th വൺ വരുന്നതാണ് ലഡാക്ക്. ലഡാക്കിൻ്റെ ക്യാപിറ്റലാണ് ലഡാക്കിൻ്റെ ക്യാപിറ്റൽ ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ലക്ഷദ്വീപ്. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റലാണ് കവരത്തി. ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ എന്താണ്, കവരത്തി. ഓക്കെ, ഇതെങ്ങനെ കണക്ട് ചെയ്യുക ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒരുപാട് ലക്ഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഒരുപാട് ലക്ഷം ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ അത് കവരാൻ ആളുകൾ വരും. ഓക്കെ, അപ്പോൾ ലക്ഷദ്വീപ് കവരത്തി. ദ നെക്സ്റ്റ് വൺ പുതുച്ചേരിൻ്റെ ക്യാപിറ്റൽ പുതുച്ചേരി. അപ്പോൾ ജമ്മു കാശ്മീരിൽ 2 ക്യാപിറ്റലാണ് ഉള്ളത്. വേനൽക്കാലത്ത് ശ്രീനഗർ, ദെൻ ശീതകാലത്ത് ജമ്മു. ലഡാക്കിൻ്റെ ക്യാപിറ്റൽ ലക്ഷദ്വീപിൻ്റെ ക്യാപിറ്റൽ കവരത്തി, പുതുച്ചേരിയുടെ ക്യാപിറ്റൽ പുതുശ്ശേരി. ഓക്കെ, അപ്പോൾ നമ്മൾ 28 സ്റ്റേറ്റ്സ് പഠിച്ചു, ആ സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റൽ പഠിച്ചു, ദെൻ 8 കേന്ദ്രഭരണ പ്രദേശവും പഠിച്ചു, അവയുടെ ക്യാപിറ്റലും പഠിച്ചു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ PSC പഠനത്തിൽ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഞാൻ കൂടുതലായിട്ട് മോഡിഫൈ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റിലൂടെയൊക്കെ അറിയിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ എനിക്ക് അത് മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായിട്ടുണ്ട്